നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആനന്ദേട്ടാ, ജയന്തി പറഞ്ഞൊക്കെ കേട്ടിട്ട് ഒരു പേടി തോന്നുന്നു. കണ്ടോ അവൾ ഉദ്ദേശം നടന്നേ? എവളെ എവിടെ നിർത്തിയത് ശരിയാവില്ല. അവിടെ വീട്ടിൽ ചെന്ന് അവൾ ഇനി എന്തൊക്കെയാണ് അവ പറഞ്ഞു നടക്കാൻ പോകുന്നേ? ഒന്നും പറയില്ല. ഇവളെ ബുദ്ധിമതിയാ. എവിടെ എന്ത് പറയണമെന്ന് ഇവൾക്കറിയാം. താൻ സമാധാനിക്കും, ഒന്നും സംഭവിക്കില്ല. ജയന്തി എന്തിനാ ഈ വീട്ടിൽ നിന്ന് പോന്നെ? അച്ഛനോട് ഞാൻ പറയാം. ശ്യാമയുടെ ഏട്ടന്റെ ഭാര്യയല്ലേ ജയന്തി, ഇങ്ങനൊന്നും ഇറക്കി വിടാൻ പറ്റില്ല. വേണ്ട വേണ്ട, അഖിലിന്റെ അച്ഛന് സംശയം വന്ന സ്ഥിതിക്ക് തൽക്കാലം ഇവിടുന്ന് പോകുന്നതാ നല്ലത്. അതാ ബുദ്ധി. ജയന്തി പറയുന്നത് നേരാ. രാവിലെ തന്നെ പൊയ്ക്കോണോന്ന് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങ് പോകുന്നതല്ലേ നല്ലത്. അല്ല, ശ്യാമയോടും അഖിയോടും യാത്ര പറയണ്ടേ? അവരോടെ നിങ്ങളൊക്കെ കൂടി പറഞ്ഞാ മതി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ജയന്തി? പറഞ്ഞല്ലോ, അഖിലിന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാ കാര്യങ്ങളിലും ഒരു സംശയം വന്നിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളിൽ ഇടപെടാൻ. ജയന്തി പോവാൻ തുടങ്ങുമായിരിക്കും അല്ലേ? ആ അതെ മേഡം, ഞാൻ പോവാ. ജയന്തി, ഈ മാഡം മാഡം എന്നൊക്കെ വിളിക്കുന്നത് തന്നെ കളിയാക്കി വിളിക്കുകയാണെന്ന് എനിക്കറിയാം. എന്തായാലും അങ്ങനെ വിളിക്കുന്നത് തന്നെ ബോറാ. ആ അതുപോട്ടെ, ഊണ് കഴിച്ചിട്ട് പോയാ പോരെ? എന്റെ പൊന്നോ, വേണ്ട. ഇന്നലെ രാത്രി രണ്ടുപേരും പറഞ്ഞത് കേട്ടപ്പോ തന്നെ എന്റെ വയറങ്ങ് നിറഞ്ഞു. ശ്യാമയെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാൽ ഇനിയും പറയും, അതുറപ്പാ. അതാരാണെങ്കിലും പറയും. അമ്മ, ആരാണെങ്കിലും പറയുന്ന അമ്മ ഇവിടെ പറയുമ്പോ എനിക്കത് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. അമ്മ എന്നെ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്നാ ഞാൻ പറഞ്ഞതില് എല്ലാം അടങ്ങിയിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കുക. അമ്മ വീണ്ടും എന്റെ മേലെ സംശയം കൊണ്ടിടുക. അങ്ങനെയൊന്നും ഇല്ല മോളെ. നീ എന്റെ മോളാ. ഇവിടെ ഏത് ചടങ്ങ് നടന്നാലും അതിലെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതേ ഉള്ളൂ എന്റെ ആനന്ദേട്ടന്റെ ആഗ്രഹം. ജയന്തി ഇന്നലെ രാത്രി മുറി കയറി വന്ന് ശ്യാമയെക്കുറിച്ച് കുറ്റം പറഞ്ഞതൊക്കെ മനഃപൂർവ്വമായിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. ജയന്തിക്ക് ദേഷ്യമൊന്നും തോന്നണ്ട. സത്യത്തില് അപ്പൊ തന്നെ ഇറങ്ങിപ്പോവാൻ പറയേണ്ടതായിരുന്നു. പോട്ടെ മോളെ, ജയന്തിയുടെ സ്വഭാവം അറിയാലോ. വളവളാന്നങ്ങ് പറയും, അത്രേ ഉള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞതിൽ വിഷമമൊന്നും വേണ്ട ജയന്തി. എല്ലാം നേരെ പോണെന്ന് ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാ. ഓ സത്യം, എന്റെ മനസ്സിനെ ഇപ്പൊ നല്ല ആശ്വാസമായി. ആ മനസ്സിന് നന്മ വന്നു. സത്യം. എന്നാ ഞാൻ പോട്ടെ. ആ ശ്യാമയോടും അമൃതേച്ചിയോടും ഒക്കെ പറഞ്ഞിരുന്നാ മതി. അമ്മ, എന്നാലും അമ്മ പറഞ്ഞത് അല്പം കൂടിപ്പോയി. അല്ല മോളെ, കുറച്ച് കുറഞ്ഞു പോയിന്ന് അമ്മയ്ക്ക് തോന്നുന്നേ. ശ്യാമയെക്കുറിച്ച് എന്തെങ്കിലും ദേഷ്യം മനസ്സിലുണ്ടെങ്കിൽ മോളത് മനസ്സിൽ നിന്ന് കളയണം. മനസ്സിന്ന് കളയും. കാത്തിരുന്നാ മതി. ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഈ കല്യാണം നടക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിലും കരുതണ്ട. ജയന്തി അടുത്ത് പോയിന്ന് കരുതി എനിക്ക് സന്തോഷമൊന്നും തോന്നുന്നില്ല. സാറ് നോക്കിക്കോ, 2 ദിവസം കഴിയുമ്പോ വീണ്ടും വരും. ഇനി വിവാഹത്തിന് ഒറ്റ ദിവസം മാത്ര. അതിനിടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. മനസ്സിന് വിഷമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും
പടിക്ക് പുറത്ത് വെച്ചേക്കണം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാനും സാറ് പറഞ്ഞ പോലെ തന്നെയാ. വിഷമം പിടിച്ച കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നേ ഇല്ല. ഹലോ, ഞങ്ങൾക്ക് വരാമോ അങ്ങോട്ട്? ആ, അല്ല, 2 ദിവസം കൂടെ കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ ഇതുപോലെ ഇടിച്ചു നിർത്തുന്നില്ല. ഇതെന്തൊരു നാണാടോ ഇത്? ഒന്ന് പോയട്ടാ. ആ അതിരിക്കട്ടെ, കയ്യിലെന്താ കിറ്റൊക്കെ? ആ, കല്യാണ ചെക്കനും കല്യാണ പെണ്ണിനും ഏട്ടൻ ആദ്യത്തിന്റെ വക കല്യാണ സമ്മാനം. ഓ, താങ്ക് യു. അങ്ങനെയാണ്. ആ, അങ്ങനെയാണെങ്കിൽ കല്യാണ പെണ്ണിനും കല്യാണ ചെക്കനും പരസ്പരം അണിയാനുള്ള മോതിരം ഈ രണ്ടാമത്തെ ഏട്ടന്റെ വക. ദേ, പിടിച്ചേ. ആ. ഏട്ടാ, താങ്ക് യു. റിങ് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ. എടാ, മറ്റന്നാള് പുതിയൊരു തുടക്കമല്ലേ? നിങ്ങളുടെ വിവാഹവും ആദ്യമായിട്ട് നടക്കുന്നതായാണല്ലോ സങ്കല്പം. എന്നാലും ഇപ്പൊ തന്നെ ഒരുപാട് പൈസ ചെലവായില്ലേ ഏട്ടാ? ദാ ആദ്യ ഏട്ടൻ സിംഗപ്പൂരിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ദാ ഇപ്പൊ ഡ്രസ്സും മോതിരം ഒക്കെ. അതെ, ഞങ്ങളുടെ അനിയന്റെ കല്യാണം ഞങ്ങൾക്ക് വിശാലമായിട്ട് തന്നെ ആ, ആഘോഷിക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, കല്യാണം കഴിഞ്ഞ ശേഷം വിശാലമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഈ ഏട്ടന്മാർക്ക് ചെലവ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. പ്രശ്നം തീരും. ആ, ഓക്കെ അല്ലേ? ഹും. പിന്നെ ഒരു കാര്യം, നാളെ രാവിലെ ഇവിടെ റൂമിൽ നിന്ന് ഇറങ്ങി തരണം. ഹ? ഞങ്ങൾക്ക് മണിയറ ഒരുക്കാനുള്ളതാ. മണിയറ ഒരുക്കലോ? അതേ മോളെ, മണിയറ ഒരുക്കണം. ഞാനും അരുണും കൂടാ അതിന്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നേ. ഏയ്, അതൊന്നും വേണ്ട. അത് വേണം. ഡാ, പറഞ്ഞില്ലേ, ഇത് ഞങ്ങൾ ഏട്ടന്മാരുടെ അവകാശം. ഉം. അതിൽ നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കണ്ട. ഉം. ശ്യാമേ, മോളുടെ ഒരു ചെറിയ വിഷമം ഞങ്ങൾക്കറിയാം. അമൃതയും ഐശ്വര്യം കാണിക്കുന്ന അകൽച്ചയല്ലേ, അത് വലിയ കാര്യമാക്കണ്ട. ഏട്ടാ, അത് ഈ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, അതൊക്കെ ശരിയാവും. ഞാനും ശ്യാമയും അതിനെക്കുറിച്ച് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. തൽക്കാലം വിഷമങ്ങളൊക്കെ മറന്ന് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കണമെന്ന്. അതെ, അതാണ് നല്ലത്. അപ്പൊ ശരി, ഇനി വെറും 2 ദിവസം മാത്രം രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുക. ശരിയേട്ടാ. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ശരിയേട്ടാ. Good night. ശ്യാമേ, Good night. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇങ്ങനെ നല്ല 2 ഏട്ടന്മാരുള്ളത് സാറിന്റെ ഭാഗ്യ. അതെ, വിവാഹം കഴിഞ്ഞിട്ട് ഏട്ടന്മാരോട് ഒരു പ്രധാന കാര്യം തുറന്നു പറയണം. എന്ത് കാര്യം സാർ? കൃഷ്ണ തുളസി നീയാണെന്ന കാര്യം. സാർ, അത് അതെ, അമ്മയോടും അച്ഛനോടും എല്ലാരോടും ഞാനത് അറിയിക്കാൻ പോവാ. വിവാഹം കഴിഞ്ഞാ പിന്നെ എന്റെ ലക്ഷ്യം തന്നെ രാജ്യം മുഴുവനും അറിയുന്ന ഒരു ഗായികയാക്കാന്നുള്ളതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.